ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന പ്രചോദനം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തെക്കുറിച്ചാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് മറ്റൊരു വിധത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ദിശയിൽ അതിനെ നമ്മളിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഏതാണ്ട് 9 വർഷങ്ങളായി ഈ ആദ്യ ശനിയാഴ്ചകളിലും 2-ാം വെള്ളിയാഴ്ചകളിലും നടന്നു വരുന്ന ഈ ശുശ്രൂഷ സത്യത്തിൽ ഒരു വചന പഠനമാണ്. നമ്മൾ വിവിധങ്ങളായ വിഷയങ്ങൾ ഓരോ സമയത്തും എടുത്ത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് സാധാരണ ഈ ശുശ്രൂഷകളിൽ ചെയ്തു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വചന പഠനമായതുകൊണ്ട് നമ്മൾ യെശയ്യാ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യെശയ്യാ 1 മുതലുള്ള അധ്യായങ്ങളിൽ എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. അല്ലെങ്കിൽ 6-ാം അധ്യായത്തെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏത് കാര്യത്തെയും നമ്മൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ കോണ്ടെക്സ്റ്റിലും പശ്ചാത്തലത്തിലും മനസ്സിലാക്കിയാലേ നമുക്ക് അത് കൃത്യമായി ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പെട്ടെന്ന് യെശയ്യായുടെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിങ്ങൾ നല്ല സ്റ്റുഡൻസ് ആയിട്ടിരിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പം ഇതൊരു പ്രഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ക്ലാസ്സുകളാണ്. അപ്പം അതുകൊണ്ട് വളരെ അടിയന്തരമായ ശ്രദ്ധ നിങ്ങൾ വെച്ചാലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. യെശയ്യാ പ്രവാചകന്റെ നമ്മൾ പ്രവാചക പാരമ്പര്യത്തെക്കുറിച്ച് ബൈബിളിൽ പഠിക്കുമ്പോൾ പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ ബൈബിളിലെ പ്രവാചക പരമ്പരയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഏലിയാ പ്രവാചകനിലാണ്. ഏലിയാ പ്രവാചക ദൗത്യവുമായിട്ട് കടന്നു വരുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിലാണ്. ഇപ്പൊ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയ എവിടെ നിന്നാണെന്നറിയാതെ പെട്ടെന്ന് ഇസ്രായേലിന്റെ പ്രവചന പാരമ്പര്യത്തിലേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഏലിയ ചെയ്യുന്നത്. ഏലിയായെ കുറിച്ച് ആകെ കൂടി അവിടെ പറഞ്ഞിരിക്കുന്നത് ആസ് എ പാർട്ട് ഓഫ് ഇൻട്രഡക്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് തിഷ്ബ്യനായ ഏലിയ എന്നാണ്. തിഷ്ബ്യനായ ഏലിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ജനിച്ചു വളർന്ന, തിഷ്ബ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഏലിയ. വേറെ ഒരു ആമുഖവുമില്ല. ആഹാബ് രാജാവിന്റെ കാലത്ത് എവിടെ നിന്നെന്നറിയാതെ പൊടുന്നനെ വേദിയിലേക്ക് കയറി വരുന്ന ഒരു കഥാപാത്രത്തെ പോലെ ആമുഖങ്ങളില്ലാതെ ഇസ്രായേലിന്റെ രക്ഷാകര ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആളാണ് ഏലിയ. ഏലിയായിൽ പ്രവചന പാരമ്പര്യം ആരംഭിക്കുകയാണ്. പിന്നീട് ഏലിയായുടെ ശിഷ്യനായ എലീഷായ്ക്ക് ശേഷം പിന്നീട് നമ്മൾ ഏതാണ്ട് 17ഓളം പ്രവാചകന്മാരെ കാണുകയാണ്. ആ പ്രവാചക പാരമ്പര്യം എലീഷായ്ക്ക് ശേഷം വന്ന ആ പ്രവാചക പാരമ്പര്യം, അതില് പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ഏതാണ്ട് BC 800-ാമത്തെ ആണ്ട് മുതൽ പിന്നീട് BC നിങ്ങൾക്കറിയാം, പുറകോട്ടാണ് എണ്ണുന്നത്. അപ്പോൾ BC 800 മുതൽ ഏതാണ്ട് BC 400 വരെ 400 വർഷങ്ങളിലാണ് പ്രവാചകന്മാര് അവരുടെ പ്രവചന പാരമ്പര്യം ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം പ്രവചിക്കുന്നത് യൂദാ രാജ്യത്തോടാണ്. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം ഞാനൊരിക്കൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ഇസ്രായേല് സോളമൻ രാജാവിന്റെ മകനായ റഹോബാവാമിന്റെ കാലത്ത് ഇസ്രായേൽ എന്ന ഏക രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. എന്തൊക്കെയാണ് രാജ്യങ്ങൾ? ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ, മറ്റൊരു രാജ്യത്തിന്റെ പേര് യൂദ. ഇങ്ങനെ 2 രാജ്യങ്ങളായി മുറിക്കപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന നോർത്തേൺ കിങ്ഡം, വടക്ക് ഭാഗത്തുള്ള രാജ്യം ഇസ്രായേൽ, അതിൽ 10 ഗോത്രങ്ങളാണ്. യൂദാ ഗോത്രത്തിൽ 2 ഗോത്രങ്ങൾ, യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രങ്ങളാണ് യൂദാ ഗോത്രത്തിൽ. അങ്ങനെ യൂദാ രാജ്യത്തിൽ അങ്ങനെ ഏതാണ്ട് 10 ഗോത്രങ്ങൾ ഒരു വശത്ത്, 2 ഗോത്രങ്ങൾ ഒരു വശത്ത്, അങ്ങനെ 2 രാജ്യങ്ങളാവുകയാണ്. ഇതിലെ യൂദാ രാജ്യത്തോടാണ് പ്രധാനമായും യെശയ്യാ പ്രവചിച്ചത്. ഇനി യെശയ്യാ പ്രവചിക്കുന്നത് ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോകുന്നതിന് തൊട്ടു മുമ്പാണ് യെശയ്യാ പ്രവചിക്കുന്നത്. യെശയ്യായുടെ കാലത്ത്, യെശയ്യായുടെ ആദ്യത്തെ 39 അധ്യായങ്ങളിൽ ബാബിലോൺ അടിമത്തത്തിന് മുമ്പുള്ള കാലമാണിത്. ഇതൊന്നും നിങ്ങൾക്ക് എന്തിനാണ് ഇതൊക്കെ അച്ഛൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് ആരോടാണ് പറഞ്ഞത്, ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത്, എന്തായിരുന്നു അതിന്റെ സാഹചര്യം, ഇത് മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ അതിൽ പറയുന്ന അനേക കാര്യങ്ങൾക്ക് വ്യക്തത വരും. ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്കത് പിടികിട്ടും.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, യെശയ്യായിൽ നമ്മൾ എല്ലാവരും ആവർത്തിക്കുന്ന ഒരു വാചകമാണ്, സിയോൻ പറഞ്ഞു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ ദൈവം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എത്രയോ തവണ കേട്ടിട്ടുള്ളൊരു വചനമാണിത്. പക്ഷെ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറുകയാണ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഈ വചനത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനൊരു ലോക്കസ്, അതിനൊരു ലൊക്കേഷൻ, കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം മാറുന്നത്. ഞാൻ ഉദാഹരണത്തിന് അതെടുത്തത് കൊണ്ട് അത് പറയാം. യെശയ്യാ ചോദിക്കുകയാണ്, 49-ാമത്തെ അധ്യായത്തിലാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് യെശയ്യാ ആരംഭിക്കുന്നത് ബാബിലോൺ അടിമത്തത്തിന് മുമ്പാണെങ്കിലും യെശയ്യായുടെ പ്രവചനം മുന്നോട്ട് പോകുമ്പോൾ 39-ാം അധ്യായം കഴിഞ്ഞ് പിന്നീടുള്ള ഭാഗം ബാബിലോൺ അടിമത്തത്തിലിരിക്കുന്ന ജനത്തോടും അടിമത്തത്തിന് ശേഷം പുറത്തു വന്ന ജനത്തോടുമാണ് ഈ പ്രവചനങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ യെശയ്യാ 49 സത്യത്തിൽ ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനത്തോടുള്ള യെശയ്യായുടെ പ്രവചനമാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം പിടികിട്ടുന്നത്. എന്താണ് അടിമത്തത്തിൽ സംഭവിച്ചത്? ബാബിലോൺ അടിമത്തത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന അനേകം വചനഭാഗങ്ങളുണ്ട്. ഇതിൽ മനോഹരമായ, ഒരുപക്ഷെ വേദനാജനകമായ ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. സങ്കീർത്തനത്തിൽ ഈ ബാബിലോൺ അടിമത്തത്തെക്കുറിച്ച് സങ്കീർത്തനം എഴുതിയ ആള് വിലപിക്കുന്ന സങ്കീർത്തനമുണ്ട്. ബാബിലോൺ അടിമത്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ജന്മനാടിനെ കുറിച്ച് പാട്ടുപാടാൻ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലെ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്നെ മറന്നു പോകട്ടെ. സിയോനെ, ഞാൻ നിന്നെ മറന്നുപോയാൽ എന്റെ വലത് കൈ എന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസിയുടെ വിലാപം വിവരിക്കുന്ന സങ്കീർത്തനമാണ് 137-ാം സങ്കീർത്തനം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. 137-ാം സങ്കീർത്തനം പ്രവാസത്തിൽ കഴിഞ്ഞ ആളുകളുടെ കണ്ണുനീരാണ്. ഞാൻ ആ സങ്കീർത്തനം വായിക്കാം. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഇപ്പൊ 137-ാം സങ്കീർത്തനം ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തിന്റെ കണ്ണുനീരാണ് വിവരിക്കുന്നത്. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് ഞങ്ങളോട് പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിന്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എന്റെ വലത് കൈ എന്നെ മറന്നു പോകട്ടെ. സിയോനെ, ഞാൻ നിന്നെ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവെന്റെ അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ. ഇത് ബാബിലോൺ നദിയുടെ തീരത്തെ അലരി വൃക്ഷങ്ങളിൽ തങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ട് നഷ്ടപ്പെട്ട ജന്മനാടിനെ ഓർത്ത് പ്രവാസത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞൊരു ജനത ആലപിക്കുന്ന വിലാപഗീതമാണ് 137-ാം സങ്കീർത്തനം. അപ്പൊ ബാബിലോണിൽ ആനന്ദമല്ല, കണ്ണുനീരാണ്. ബാബിലോണിൽ ജനം സുഖ ശീതളിമയിൽ കഴിയുകയല്ല, അടിമത്തത്തിന്റെ വേവലാതിയിലും വേവിലും ദുഃഖത്തിലും കണ്ണുനീരിലും കഴിയുകയാണ്. അങ്ങനെ ബാബിലോൺ നദികളുടെ തീരത്തെ അലരിവൃക്ഷങ്ങളിൽ സംഗീതോപകരണങ്ങൾ തൂക്കിയിട്ട് നഷ്ടപ്പെട്ട നാടിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട്, ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലതുക എന്നെ മറന്നു പോകട്ടെ എന്നും, സിയോനെ, എന്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ നിന്നെ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവന്റെ അണ്ണാക്കിനോട് ഒട്ടിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരിൽ കഴിഞ്ഞ ഒരു ജനം. ഈ കണ്ണുനീരിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന മറ്റൊരു ഭാഗമാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് 4-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, വിശപ്പ് കൊണ്ട് വലഞ്ഞ ഒരു ജനം. വിലാപങ്ങളുടെ പുസ്തകം പറയുകയാണ്, അവർ ഈ പട്ടിണി മൂർച്ഛിച്ചപ്പോൾ എന്തു ചെയ്തു എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്. അതായത് ജനത്തിന് ആഹാരമില്ല. ഓരോ ദിവസവും കുടുംബനാഥന്മാര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. കൂടാരങ്ങൾ കെട്ടിയാണ് താമസിക്കുന്നത്. വീടില്ല, പെർമനന്റ് ആയിട്ട് വീടില്ല അവർക്ക്. അടിമത്തത്തിന്റെ നാളുകളിൽ അവിടെയാണ് ജെറമിയ പറയുന്നത്, നിങ്ങൾ അവിടെ വീട് വെക്കരുത്, അവിടെ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കരുത് എന്നൊക്കെ ജെറമിയ പറയുന്നത് അടിമത്തത്തിന്റെ നാടിനെ കുറിച്ചാണ്. അപ്പൊ അടിമത്തത്തിന്റെ നാട്ടിൽ പെർമനന്റ് ആയിട്ടുള്ള എബോർഡ് ഇല്ല, താമസ സൗകര്യം ഇല്ല.
അതുകൊണ്ട് അവർ കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന ജനം ഓരോ ദിവസവും കുടുംബനാഥന്മാര് ഭക്ഷണം അന്വേഷിച്ച് പുറത്തേക്ക് പോകും. കുടുംബനാഥന്മാർ ആഹാരം തിരഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അമ്മമാര് വിശന്ന് കരയുന്ന മക്കളോട് പറയും, മക്കളെ ഇന്ന് അപ്പൻ ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞാ വിടുന്നത്. വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. വിലാപങ്ങൾ 2:12 പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീണപ്പോൾ, മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെ എന്ന് ചോദിക്കുന്നു. ഇത് ബാബിലോണിൽ അടിമത്തത്തിന്റെ കാലമാണ്. ഈ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തിന് ആഹാരമില്ലാത്തത് കൊണ്ട് മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോ അമ്മമാരുടെ മടിയിൽ വെച്ച് നൊന്ത് പ്രസവിച്ച മക്കളുടെ പ്രാണൻ വാർന്നു പോകുന്ന നേരത്ത് ആ മക്കൾ അവസാനത്തെ ശ്വാസത്തിലും വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, അമ്മേ അപ്പവും വീഞ്ഞും എവിടെ? ഇതാണ് ബാബിലോണിലെ ദാരിദ്ര്യം. അങ്ങനെ ആ ദാരിദ്ര്യത്തിന്റെ സമയത്ത് കുടുംബനാഥന്മാര് പറയുകയാണ്, മക്കളെ ഇതാ ഞങ്ങൾ ആഹാരം തിരഞ്ഞു പോവുകയാണ്. അമ്മമാര് ഉറക്കത്തിൽ നിന്ന് വിശന്ന് കരയുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മക്കളോട് പറയും, മക്കളെ ഇന്ന് അപ്പൻ ഭക്ഷണം കൊണ്ടുവന്ന് തരും. കാതരമായ കണ്ണുകളോടെ മക്കൾ അപ്പനെയല്ല കാത്തിരിക്കുന്നത്, അപ്പത്തെയാണ് കാത്തിരിക്കുന്നത്. അന്ന് അന്തിയിൽ വെറും കൈയോടെ കുടുംബനാഥൻ മടങ്ങിയെത്തും. ഒരു ദിവസമല്ല, ഇങ്ങനെ ആവർത്തിക്കപ്പെട്ട പല ദിവസങ്ങൾ. പട്ടിണി കിടന്ന പല കുഞ്ഞുങ്ങളും മരിച്ചു. അങ്ങനെ പല കുഞ്ഞുങ്ങളും മരിച്ചു കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങള് ഒരിറ്റ് പ്രാണൻ നിലനിർത്താൻ വേണ്ടി, അവശേഷിക്കുന്ന ജീവന്റെ അവസാനത്തെ തന്തുവിനെയും പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പെടാപ്പാടിനിടയിൽ പാവപ്പെട്ട മക്കൾ അലറിക്കരഞ്ഞുകൊണ്ട് അമ്മമാരോട് അപ്പം തിരയുമ്പോ കൂട്ടത്തിലേറ്റവും പ്രായമുള്ളൊരമ്മ പ്രായം കുറഞ്ഞ ഒറ്റൊരു സ്ത്രീയുടെ കാതിൽ ചെന്നിട്ട് സ്വകാര്യമായി എന്തോ അടക്കം പറയും. അതൊരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് പടരും. വിശന്ന് കരയുന്ന മക്കളെ വാരിയെടുത്തുകൊണ്ട് ഈ അമ്മമാര് ഒരോട്ടം, ആ ഓട്ടം അവസാനിക്കുന്നത് ബാബിലോണിലെ അടുപ്പ് ചൂളകളിലാണ്. ബാബിലോണിൽ എരിഞ്ഞ് കനലുകൾ മീതെ കനലുകൾ എരിഞ്ഞ് കത്തുന്ന അടുപ്പ് ചൂളകൾ, ഇഷ്ടിക ചൂളകൾ. ഈ ചൂളകളുടെ അടുത്തേക്ക് ചെന്ന് ഈ കുഞ്ഞുങ്ങളെ ആ ചൂളക്കകത്ത് എരിഞ്ഞ് കത്തുന്ന ആ അഗ്നിക്കകത്തേക്ക് ഈ മക്കളെ എടുത്തു വെച്ച് ആ മക്കളെ ചുട്ടെടുത്തിട്ട് അമ്മമാര് ഭക്ഷിച്ചു തിന്നൊരു കാലം ബാബിലോൺ അടിമത്തത്തിന്റെ നാളുകളിൽ ഉണ്ടായി. വായിക്കാം വിലാപങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം, മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, പക്ഷെ ആരും അവർക്ക് ഭക്ഷണം നൽകുന്നില്ല. വിലാപങ്ങൾ 4:10, കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. അതായത് ബാബിലോൺ അടിമത്തത്തിന്റെ കൊടും പട്ടിണിയിൽ അമ്മമാർക്ക് അവശേഷിക്കുന്ന പ്രാണൻ നിലനിർത്താനുള്ള സ്വാർത്ഥമോഹം ഏതൊരു മനുഷ്യന്റെ അടിസ്ഥാന ആഗ്രഹമാണ്. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അതിജീവിക്കാനുള്ള അവസാനത്തെ ആഗ്രഹം, അത് പിടിച്ചു നിർത്താൻ വേണ്ടി, ജീവൻ പ്രാണൻ പിടിച്ചു നിർത്താൻ വേണ്ടി നൊന്തു പ്രസവിച്ച മക്കളെ ബാബിലോണിന്റെ അടുപ്പ് ചൂളകളിൽ, ഇഷ്ടിക ചൂളകളിലെ കനൽ തീയിലിട്ട് കത്തിച്ചെടുത്ത് ചുട്ടു തിന്ന അമ്മമാരോടാണ്, അപ്പന്മാരോടാണ് യെശയ്യാ ചോദിക്കുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ആ അമ്മമാരെന്ത് മറുപടി പറയും? പ്രവാചക, മറക്കാൻ പറ്റും. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് പ്രവാചക ഞങ്ങൾ ബാബിലോണിലെ ഇഷ്ടിക ചൂളകളിൽ ചുട്ടെടുത്തത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ പ്രവാചകൻ ചോദിക്കുകയാണ്. അടിമത്തത്തിന്റെ കണ്ണീരുണങ്ങാത്ത പ്രവാസത്തിന്റെ ബാബിലോൺ മണ്ണിൽ യെശയ്യാ നിന്നിട്ട് ചോദിക്കുകയാണ്, മക്കളെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? ഇസ്രായേലിൽ അവശേഷിക്കുന്ന പ്രവാസികൾ മറുപടി പറയും, പ്രവാചക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റും. പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കും. ഞങ്ങൾ അങ്ങനെ കരുണ കാണിക്കാതിരുന്ന അമ്മമാരാണ്. ദൈവം പറയുകയാണ്, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും, മറന്നില്ലേ നിങ്ങൾ പ്രവാസത്തിന്റെ നാളുകളിൽ? നിങ്ങൾ മറന്നില്ലേ നിങ്ങളുടെ മക്കളെ? നീ മറന്നാലും ഞാൻ എൻ്റെ മക്കളെ മറക്കില്ല. 70 ആണ്ട് കഴിയുമ്പോ ഒരു രാജാവ് വരും. ആ രാജാവ് വന്ന് ഈ ബാബിലോണിന്റെ കെട്ടി ഉയർത്തി ഒരിക്കലും പൊട്ടിച്ചെറിയാനാവില്ലെന്ന് ബാബിലോൺകാർ അഹങ്കരിച്ചിരുന്ന യൂഫ്രട്ടീസ് നദി കൊണ്ടാണ് കോട്ട കെട്ടിയിരുന്നത്. ഈ നദി കുറുകെ കടന്നൊരു കോട്ട എത്തിക്കഴിഞ്ഞാൽ ആ കോട്ടയുടെ അകത്ത് വാവിളർന്ന് കാത്തു നിൽക്കുന്ന മുതലകളും
കൊടും തുരങ്കങ്ങളും വളവുകളും ഒരിക്കലും ശത്രുവിനകത്തേക്ക് പ്രതിരോധിച്ച് കയറാനാവില്ലെന്ന് ബാബിലോണിന്റെ പ്രതാപകാലത്ത് രാജാക്കന്മാർ അഹങ്കരിച്ചിരുന്ന ബാബിലോണിന്റെ കോട്ട മുഴുവൻ ഇടിച്ചു തകർത്ത് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് ഒരു രാജാവ് വന്നു. ആ രാജാവിന്റെ പേരാണ് സൈറസ്. ആ രാജാവിനെ കുറിച്ചാണ് യെശയ്യാ പ്രവചനം 45 എഴുതപ്പെട്ടിരിക്കുന്നത്. രാജാക്കന്മാരുടെ അരപ്പട്ട അഴിക്കുന്നതിനും നദികൾ വറ്റിക്കുന്നതിനും ആരുടെ കരം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു, ആ സൈറസിനോട് പറയുക, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന് ആ സൈറസിനോടാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സൈറസ് വന്ന് അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിമോചിപ്പിച്ച് അനുവാദം കൊടുത്ത് പുറത്തേക്ക് അയക്കുകയാണ്. ദൈവം പറയുകയാണ്, പെറ്റതള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. എന്തിനെന്നറിയാമോ? യെശയ്യാ പഠിക്കുമ്പോ ആ പശ്ചാത്തലം അറിഞ്ഞ് വചനം വായിക്കുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാവും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 1, 2, 3, 4, 5 ഞാൻ എല്ലാം പറയില്ല. പക്ഷേ എന്താണ് ഇതിന്റെ പശ്ചാത്തലം അതൊന്ന് അറിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, നമ്മൾ എല്ലാ കാലത്തും സക്കേവൂസ് മരത്തേന്ന് ഇറങ്ങിയത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് പോകണം. 7-8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വചനം കേൾക്കുന്ന ആളുകൾ, ഇതിനകത്തൊരു 80% ആളുകൾ അങ്ങനെയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവര് ഇനിയും ജയിച്ച് നഴ്സറി ക്ലാസ്സിൽ നിന്ന് ജയിച്ച് വലിയ വലിയ ക്ലാസ്സിലെത്തേണ്ട പ്രായം കഴിഞ്ഞ് ചാവാറായി. എന്നിട്ടും പിന്നെ സക്കേവൂസ് മരത്തേന്ന് ഇറങ്ങിയത് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗഹനമായ കാര്യങ്ങളിലേക്ക് കൂടി കടക്കണം. ബൈബിൾ പഠിക്കണം, ആഴത്തെ മനസ്സിലാക്കണം. അങ്ങനെ ദൈവവചനത്തെ സ്നേഹിക്കാൻ പറ്റണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 1-ാം അധ്യായം 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അമാവാസികളോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളുടെ കുന്തിരിക്കം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്, നിങ്ങളുടെ പ്രത്യേക ഉത്സവ ദിനങ്ങളോട് എനിക്ക് വെറുപ്പാണ്. മേലാൽ നിങ്ങൾ എൻ്റെ ആലയത്തിൽ വരരുത്, നിങ്ങൾ എനിക്ക് ധൂപം അർപ്പിക്കരുത്, നിങ്ങളുടെ തിരുനാളുകളോട് എനിക്ക് വെറുപ്പാണ്. കർത്താവ് പറയുകയാണ്, ഹൃദയത്തിൽ ദുഷ്ടത വെച്ചിട്ട് പാപം ജീവിതത്തിൽ നിറഞ്ഞു നിന്നിട്ട് നീ പെരുന്നാൾ ആഘോഷിച്ചാൽ അതിനോട് എനിക്ക് താല്പര്യമില്ല. അതാണ് 1-ാം അധ്യായം പറയുന്നത്. അത് 1-ാം അധ്യായത്തിന്റെ അവസാനം പറയുകയാണ്, വരുവിൻ നമുക്ക് രമ്യപ്പെടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റിലീജിയോസിറ്റിയിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ക്ഷണമാണ് 1-ാം അധ്യായം. ശ്രദ്ധിക്കുക, റിലീജിയോസിറ്റിയിൽ നിന്ന്, മതാത്മകതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള വിളിയാണ് 1-ാം അധ്യായം. എന്താണ് മതാത്മകത? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. നോമ്പ് നന്നായിട്ട് എടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. എല്ലാ പ്രാർത്ഥനകളും കൃത്യമായിട്ട് ചൊല്ലുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. പെരുന്നാള് കൊട്ടിഘോഷിച്ച് നടത്തുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. പ്രദക്ഷിണത്തിനും കുരിശിന്റെ വഴിക്കും എല്ലാം പങ്കെടുക്കുന്നുണ്ട്, അതിന്റെ പേരാണ് മതാത്മകത. പക്ഷെ ഈ ആള് ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട്, ദുഷ്ടത വെച്ചുകൊണ്ട്, ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ട്, അസൂയ വെച്ചുകൊണ്ട്, വെറുപ്പ് വെച്ചുകൊണ്ട്, കോപം വെച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് മതാത്മകത. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് പറയണേ, അതിനോട് എനിക്ക് വെറുപ്പാണ്, നീ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വെറുപ്പാണ്, നിന്റെ കുന്തിരിക്കം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ് എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് അത് ഏറ്റവും എന്നെ മ്ലേച്ഛ വസ്തു, ഒരു വിസർജ്യ വസ്തു പോലെ എനിക്കത് മ്ലേച്ഛ വസ്തുവാണ്. കർത്താവ് പറയാണ്, നമ്മൾ ഈ അർപ്പിക്കുന്ന കുന്തിരിക്കം അത് മ്ലേച്ഛ വസ്തുവാണ്. എപ്പോഴെന്നറിയാമോ? ഹൃദയത്തിൽ ദുഷ്ടത വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട്, അനുതാപം ഇല്ലാതെ, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ മതാത്മകമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് ആരും കർത്താവിന്റെ ഹൃദയത്തിലേക്ക് എത്തില്ല. അപ്പൊ 1-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, യൂദായിലെ മക്കളോട് കർത്താവ് പറയാണ്, മക്കളെ, നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ബലി അർപ്പിക്കുന്നു, ദഹന ബലി അർപ്പിക്കുന്നുണ്ട്, ധാന്യബലി അർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കാളയെ കൊല്ലുന്നുണ്ട്, കുഞ്ഞാടിനെ കൊല്ലുന്നുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല, ആ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം. കർത്താവ് പറയാം 11-ാം വാക്യം 1, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളെ കൊണ്ടുള്ള മേധസ്സും എനിക്ക് മതിയായി. എന്റെ സന്നിധിയെ വരാൻ, എന്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനി അർപ്പിക്കരുത്. നിങ്ങളുടെ ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായി തീർന്നിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കില്ല.
കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തമംഗലം. ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവര്, ഇത് ഈ കാലഘട്ടത്തിലെ സഭയോട് ദൈവം പറയുന്നതാണ്. ഈ കാലഘട്ടത്തിലെ സഭയോട് ദൈവം പറയുന്നതാണ്. എല്ലാ തോന്നിയാസവും കാണിച്ചിട്ട് പുണ്യാളന്റെ രൂപം ചുവന്നാൽ പാപപരിഹാരമൊന്നും ആവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യാളന്റെ രൂപം ചുവന്നാൽ പാപപരിഹാരം ആവില്ല. കർത്താവ് പറയാണ്, ഒരുവൻ നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞ് പോലെ വെളുപ്പിക്കാം. രക്താംബരം പോലെ ചുമന്നതാണെങ്കിലും ഞാനത് കമ്പിളി പോലെ വെളുപ്പിക്കാം. ഒരുവൻ നമുക്ക് രമ്യപ്പെടാം. ഇതാണ് 1-ാം അധ്യായം. അതാ പറയാണ്, കുറെ റിലീജിയസ് ആയ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഒരുവൻ ലെറ്റ് us be reconciled. ഒരുവൻ നമുക്ക് രമ്യപ്പെടാം. അപ്പൊ ഇതാണ് 1-ാമത്തെ അധ്യായം. സമയമില്ലാത്തതുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് പോവാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വചനം ഇതാണ്: വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? വിശ്വസ്ത നഗരം വേശ്യയായിട്ട് തീർന്നെങ്ങനെ? ഇതിനെ ഞാൻ വേറൊരു വാക്കി പറഞ്ഞാൽ, ജെറുസലേം എങ്ങനെയാണ് ബാബിലോണായി മാറിയത്? വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹാനഗരം, മഹാവേശ്യ എന്ന് വിളിക്കുന്ന ബാബിലോൺ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശ്രദ്ധിക്കുക. അതായത് ദൈവത്തിന്റെ ലക്ഷ്യം നമ്മൾ ജെറുസലേം ആവുകയാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ബാബിലോണിലാണ്. ജെറുസലേം സഭയാണ് ദൈവത്തിന്റെ ലക്ഷ്യം, പക്ഷേ നമ്മൾ എത്തി നിൽക്കുന്നത് ബാബിലോൺ സഭയിലാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ദൈവത്തെ സത്യസന്ധമായി സ്നേഹിക്കുകയും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ഹൃദയശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെക്കാൾ വലുതായിട്ട് ഒന്നിനെയും കാണാതിരിക്കുകയും ലോകത്തെ വ്യർത്ഥ വസ്തു പോലെ കാൽക്കീഴിലിട്ട് ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന സഭയുടെ പേരാണ് ജെറുസലേം സഭ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും എത്തി നിൽക്കുന്നത് ബാബിലോൺ സഭയിലാണ്. ബാബിലോൺ. ഇതാണ് ചോദിക്കുന്നത്, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? 1-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, എന്താണ് പാപം? പാപം എന്താണ്? എന്തിനെയാണ് ഈ പ്രവാചകൻ എതിർക്കുന്നത്? ആ എതിർക്കുന്ന പാപത്തെ കുറിച്ച് പറയുകയാണ്. പാപം ഇതാണ്, അഹങ്കാരമാണ് അത് ആ ജനത്തിന്റെ പാപം. പ്രിയപ്പെട്ടവര് ശ്രദ്ധിച്ചോളുക. അടിമത്തത്തിലേക്ക് ഒരു ജനം, ഒരു കുടുംബം, ഒരു വ്യക്തി, ഒരു അച്ഛൻ, ഒരു സിസ്റ്റർ, ഒരു ശുശ്രൂഷകൻ, ആരാണെങ്കിലും അടിമത്തത്തിലേക്ക് പോകുന്നതിന്റെ 1-ാമത്തെ കാരണം ഇതാണ്, അഹങ്കാരം. കർത്താവ് പറയുകയാണ്, മക്കളെ, പാപം ഇതാണ്, അഹങ്കാരമാണ് പാപം. വായിക്കാം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം. കർത്താവ് പറയുകയാണ്, കർത്താവിന് ഒരു ദിനമുണ്ട്. കർത്താവിനൊരു ദിനമുണ്ട്. അഹന്തയും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ഒരു ദിനം. ലബനോനിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താർശീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ഒരു ദിനം. ഉയർന്നു നിൽക്കുന്ന എല്ലാറ്റിനും എതിരായ ഒരു ദിനം. ദൈവം പറയുകയാണ്, ബാബിലോൺ അടിമത്തത്തിലേക്ക് ഒരു കുടുംബം പോകുന്നതിന്റെ, ഒരു ജനം പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്. അതായത് അഹങ്കാരമാണത്. 17-ാം വാക്യം, മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും, അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക. 2-ാം അധ്യായം പറയുന്നത്, അതായത് നമുക്ക് ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളുടെയും പിന്നിൽ നമ്മളെ വിനീതരാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ശ്രദ്ധിച്ചോണം. കാരണം പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. അഹങ്കാരത്തിന്റെ പിന്നാലെ ഒരു വീഴ്ചയുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ സഹനം അനുവദിച്ച് തരുന്നതിന്, മനുഷ്യരെ നമ്മളെ കുറിച്ച് കുറ്റം പറയാനും അപവാദം പറയാനും ആക്ഷേപം പറയാനും നമ്മളെ മനുഷ്യരെ എതിർക്കാനും ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ചില സഹനങ്ങൾ, ചില രോഗങ്ങൾ, ചില അപമാനം, ചില ഹ്യൂമിലിയേഷൻ, ഇതെല്ലാം ദൈവം നമുക്ക് അനുവദിച്ച് തരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു സ്നേഹമുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും അഹങ്കാരികളാവരുത്. അതുകൊണ്ട് നമ്മളെ ദൈവം നിലത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന വഴിയാണത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് മുട്ടുകുത്താൻ അറിയാമെന്ന് ദൈവം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമുക്കറിയില്ല, ഇത് വളരെ സട്ടിലാണ്. ഞാൻ നേരത്തെ അഹങ്കാരത്തെ കുറിച്ച് തന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷ്മമാണ്. നമ്മളിലെല്ലാം ഇതുണ്ട്, അഹങ്കാരമുണ്ട്. നമ്മളിലെല്ലാം ഈ സെൽഫ് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഞാനൊരു ഹോംവർക്ക് തരാം. അതായത് ഓരോ ദിവസവും മിനിമം ഒരു തവണയെങ്കിലും
സാഷ്ടാംഗം വീണ് കിടന്ന് കർത്താവിനോട് ഈ നിലത്ത് കിടക്കുന്ന പൊടി ശ്വസിച്ചുകൊണ്ട് പറയണം, ദൈവമേ നീ താങ്ങിയില്ലെങ്കിൽ ഞാനൊരു പൊടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് കാറ്റൊന്ന് മാറി വീശിയാൽ മാറാവുന്ന തലവരെ പാവം നമുക്കുള്ളൂ. പെട്ടെന്ന് ചേറിപ്പാഞ്ഞു വരുന്നൊരു വാഹനത്തിന്റെ ചക്രത്തിനിടയിലേക്ക് നൊടിനാഴിക നേരം കൊണ്ട്, ഒരു നിമിഷാർദ്ധത്തിന്റെ അരനാഴിക നേരം കൊണ്ട് ചിലപ്പോൾ തീരാവുന്ന, ഒന്നൂതിക്കെടുത്താവുന്ന നാളമേ ഉള്ളൂ നമ്മുടെ ജീവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, അടിമത്തത്തിലേക്ക് ജനം പോയതിന്റെ പോകും എന്ന് കർത്താവ് പറയാണ്. നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക, നിങ്ങളുടെ അഹങ്കാരം അവസാനിപ്പിക്കുക. അതാണ് ഈ 2-ാം അധ്യായത്തിന്റെ മെസ്സേജ്. യെശയ്യാ 2-ാം അധ്യായത്തിൽ പറയുന്ന നിൽക്കുകയാണ്, കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും. അതാണ് അതിന്റെ പ്രമേയം. ദൈവം മാത്രമേ ഉയർന്നു നിൽക്കാവൂ. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് മാത്രമേ ഉയർന്നു നിൽക്കാവൂ. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും കർത്താവ് മാത്രമേ ഉയർന്നു നിൽക്കാവൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷകൻ കർത്താവിനേക്കാൾ ഉയർന്നു നിൽക്കാൻ പാടില്ല. കർത്താവിലേക്കാണ് ആളുകൾ വരേണ്ടത്, വചനം പറയുന്ന ആളിലേക്കല്ല. കർത്താവ് മാത്രം ഉയർന്നു നിൽക്കണം. എല്ലാ മഹത്വവും കർത്താവിന്. നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു മേഖലയാണിത്. എല്ലാ മഹത്വവും കർത്താവിന്. ജീവിതത്തിൽ നമുക്ക് വിദ്യാഭ്യാസം കിട്ടി. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദ ലോ ഓഫ് ആക്സിഡൻസ് അദ്ദേഹം പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, അതായത് ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ആക്സിഡൻസ് ആണ്. കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള അപ്പന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചു, ആക്സിഡന്റ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കിട്ടി, ആക്സിഡന്റ്. വലിയ രോഗമൊന്നുമില്ലാതെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റും, നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റി, ആക്സിഡന്റ്. ഇതൊക്കെ ആകസ്മികതകളാണ്. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി പറയുന്നു. ദൈവപരിപാലനയും നമുക്ക് ഭക്തർക്ക് പറയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് നമുക്ക് ഞെളിയാനൊന്നുമില്ല. എന്നോട് കഴിഞ്ഞൊരു ദിവസം ഒരച്ഛൻ ചോദിച്ചു, അച്ഛാ വചന ശുശ്രൂഷയിൽ വളരെ അനന്ത ചെയ്യണ്ടേ, അച്ഛൻ എന്താ ചെയ്തേ? അപ്പൊ ഞാൻ അന്നേരമാണ് ആ ചോദ്യം, ഞാൻ എന്താ ചെയ്തേ? ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്, ഞാൻ എന്താ ചെയ്തേ? അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. തിരിഞ്ഞു നോക്കുമ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛന് വേണ്ടത് ഏതാണ്? ഞാൻ കുക്ക് ചെയ്യുന്നൊരു ആൻസറാണോ, ഞാൻ സത്യസന്ധമായി പറയുന്നൊരു ആൻസറാണ്? അച്ഛൻ എന്താ വേണ്ടത്? അച്ഛൻ പറഞ്ഞു, അച്ഛൻ സത്യസന്ധമായിട്ട് പറയണം. എന്നാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തതാരാണ്? ചെയ്തത് ദൈവമാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഓരോ സാഹചര്യത്തിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തി. ഓരോ സാഹചര്യം, അനുകൂലമായ ഘടകങ്ങൾ, ചേരുവകളെല്ലാം ദൈവം തന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം തള്ളിയിട്ട് കഴിയുമ്പോൾ നമ്മൾ നിർബന്ധിതരാവും ചില കാര്യങ്ങൾക്ക്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഞെളിയാൻ ഒന്നുമില്ല, ആത്യന്തികമായിട്ടൊന്നുമില്ല. ഞാൻ അച്ഛനോട് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. കാരണം ഈ മൈക്ക് എടുക്കുമ്പോൾ അഭിഷേകത്തിന്റെ ചാനൽ കണക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിഷമിക്കും. ഞാനത് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷമിച്ചു പോയിച്ചാൽ അവിടെ നിന്ന് ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് പോരുമ്പോൾ വിഷമിക്കും. കാരണം എന്തെന്നറിയാമോ? നമ്മൾ തയ്യാറെടുക്കാഞ്ഞിട്ടാണ് നിങ്ങളുടെ വിചാരം? ബൈബിള് വായിക്കാഞ്ഞിട്ടാണ് നിങ്ങളുടെ വിചാരം? ഒറ്റയ്ക്കിരിക്കാഞ്ഞിട്ടാണ് നിങ്ങളുടെ വിചാരം? പ്രാർത്ഥിക്കാൻ ഒന്നുമല്ല. പ്രിയപ്പെട്ടവര്, ആ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഇതൊരു വേസ്റ്റ്. ഈ 2 മണിക്കൂർ വേസ്റ്റ്. തെറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഓരോ വർഷം കഴിയും തോറും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദൈവം വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, ഇതിന് നീ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കിതിനകത്തൊരു ക്രെഡിറ്റും ഇല്ല. ഒരു സ്ഥലത്ത് എന്ന് നിൽക്കുമ്പോൾ ഈ കണക്ഷൻ കറക്റ്റ് ആയാൽ വചനം വരാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ നിന്ന് വിഷമിക്കും, വേർക്കാൻ തുടങ്ങും. ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാലത്തെ ശുശ്രൂഷ ചെയ്ത പരിചയം കൊണ്ട് ആളുകളെ അറിയിക്കാതിരിക്കാനുള്ള മിടുക്ക് നമുക്കുണ്ടല്ലോ. നമ്മളത് ആളുകളെ അറിയിക്കില്ല. പക്ഷേ നമുക്കറിയാം, വട്ടപൂജ്യമായിരുന്നു ഇന്നത്തെ അനോയിന്റിങ്. സീറോ അനോയിന്റിങ് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സ്ഥലത്ത് നിന്ന് ചില ശുശ്രൂഷകളിൽ ചില രാത്രികളിൽ ഇറങ്ങുമ്പോൾ അറിയാം, അനോയിന്റിങ്, കർത്താവ് അഭിഷേകം തന്നു. ഇത് ആരാ ഇതിന്റെ കാർമ്മികൻ ആരാണ്? Who is the author of the ministry? Who is the undertaker? Who is coordinating everything? And who is the real factor behind all these things? ഇതാരാണ്? കർത്താവ്. അതുകൊണ്ടാണ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഗ്രാമർ അനുസരിച്ച് ക്രിയ ചെയ്യുന്നവന്റെ പേരാണ് കർത്താവ്. എല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ക്രെഡിറ്റും ഇല്ല, ഒന്നിനുമില്ല.
ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കണം. ദൈവം ചില അനുകൂല ഘടകങ്ങൾ തന്നതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ നിലയിലുമായി. ദൈവം ചില കാര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട്, ചില പ്രത്യേക സമവാക്യങ്ങളിലൂടെ, ചില ചേരുവകളിലൂടെ നമ്മൾ കടന്നുപോയത് കൊണ്ട് നമ്മൾ അങ്ങനായി. അല്ല, നമ്മൾ എന്നാ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ ജീവിതത്തിൽ സത്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവമാണ് ചെയ്യേണ്ടത്, അല്ലെ ദൈവമാണ് ചെയ്യുന്നത്. ഇപ്പൊ 2-ാം അധ്യായം അതാണ്. നമ്മൾ അഹങ്കരിച്ചാൽ അതിനെതിരെ ദൈവം ഉയർന്നു നിൽക്കുന്ന ഒരു ദിനം വരും. അതായത് ഈ പാപത്തിന് ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ശ്രദ്ധിച്ചേ, ഒരു പ്രധാനപ്പെട്ട ആശയം പറയാം. അതായത് നമ്മളിങ്ങനെ അഹങ്കരിച്ച് പോകുമ്പോൾ ഇങ്ങനെ അഹങ്കരിച്ച് കയറുകയെന്ന് വെച്ചോ, ഇങ്ങനെ അങ്ങ് കയറുകയാണ്. ഈ അഹങ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പുച്ഛിക്കും. അതാണ് ഈ അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണം. ബാക്കി അയൽവക്കക്കാരെ, തൊട്ടടുത്ത വീട്ടുകാരെ. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, ഇന്ന ആള് നിങ്ങളെ ആരെ അല്ല കേട്ടോ, നിങ്ങളെ ആരെ അല്ല കേട്ടോ. ഇനി അത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്കിന് വരും. അതായത് എന്നോടൊരാൾ പറഞ്ഞു, ഇന്ന ആള് അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്ന ആളാണോ? ഞാൻ പറഞ്ഞ അതെ. ഒരു മാറ്റവും ഇല്ലല്ലോ. അടി ആൾക്കിട്ടല്ല നമുക്കിട്ടാണ്. അതായത് എന്തിനാ ഇയാൾ വെറുതെ വൈകുന്നേരം സമയം കളയുന്ന എന്തിനാണ്? ഇന്ന ആള് ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറയണം, ഇന്ന ആള് അച്ഛൻ്റെ ശുശ്രൂഷ. ഞാൻ പറഞ്ഞ അതെ, സ്ഥിരമായിട്ട് വരുന്ന ആളാന്ന് പറഞ്ഞു. ഇവിടെ അല്ല, ഉഗാണ്ടയിലെ നമ്മുടെ ഒരു ശുശ്രൂഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളാണ് എന്നോട് ഇത് പറഞ്ഞത്. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയണ യാതൊരു മാറ്റമില്ല എൻ്റെ അച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇതിനാണ്. ചേച്ചി എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും, ചേട്ടൻ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും. ചേട്ടന്റെ ഹല്ലേലൂയാണ് ആ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ ഒരു തരി സ്വഭാവത്തിൽ മാറ്റമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പാപം ഇങ്ങനെ കൂടുകയാണ്. കൂടി ഇതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്, ഇതിനൊരു ക്ലൈമാറ്റിക് പോയിന്റ് ഉണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ പിന്നെ ദൈവത്തിന് സഹിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തോട്ട് പാപം ദൈവം വെച്ച് വെറുപ്പിക്കില്ല. അപ്പൊ അതിന്റെ പേരാണ്, മറ്റൊരു ഭാഷയാണ് അതിന് പറയുന്ന വാക്കാണ് ദൈവകോപം. ദൈവം കോപിക്കുന്നൊന്നുമല്ല. അതായത് ഈ ലെവല് കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അടിക്കാൻ സർവാധികാരം ഉണ്ടായിരിക്കും. സാത്താൻ അടിക്കാനുള്ള സകല അവകാശങ്ങളും ഈ ലെവല് കഴിഞ്ഞാൽ പിന്നെ അതുവരെയൊക്കെ ദൈവത്തിന്റെ കരുണ ഇങ്ങനെ പൊതിഞ്ഞക്കൊണ്ട് കിടക്കും. പിന്നെ ഇങ്ങോട്ട് അടി വരാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പൊ ഈ കുന്ന് നിരപ്പാക്കപ്പെടും. അപ്പൊ ഇങ്ങനെ പൊങ്ങിപ്പോയി നിന്നപ്പോ ഒരു 10 അടി ഇങ്ങനെ വരുമ്പോ ഇതങ്ങോട്ട് തകർന്ന് ഇതങ്ങ് ലെവലാവും. അങ്ങനെ ലെവലാവുമ്പോ ദൈവം മാത്രം ഉയർന്നു നിൽക്കും. മറ്റേ ദൈവത്തൊക്കെ പൊങ്ങി നിൽക്കരുത്. ഞാൻ എന്നെ പറയുന്ന ആത്മവിമർശനാണിത്. ഞാൻ എന്നെ പറയുകയാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ 10 അടുത്ത് ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് പതിയും. അതിനെ ഞാനിത് പറയുന്നത്. ചൊല്ലി പറഞ്ഞേ, നിങ്ങളെ ആരെയല്ല, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ ലെവല് കഴിയുമ്പോണ്ടല്ലോ കർത്താവ് പറയാം, അത് 2-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ദൈവം മാത്രം ഉയർന്നു നിൽക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ദൈവം മാത്രം ഉയർന്നു നിൽക്കട്ടെ. ദൈവം മാത്രം. യെശയ്യാ 40 നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദൈവത്തിനൊരു വാശിയാണത്. കാരണം ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കെങ്കിലും വിട്ടുകൊടുക്കൂ? ആനയും ഉറുമ്പും കൂടെ പാലത്തെ കയറിയിട്ട് ഉറുമ്പ് പറയുകയാണ്, ഞാനും ആനയും കൂടെ പാലം കുലുക്കിയെന്ന്. എന്തോരഹങ്കാരം! ഞാനും ആനയും കൂടെ പാലം കുലുക്കിയെന്ന്, ഉറുമ്പും ആനയും കൂടി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. നമ്മൾ ചെയ്തു എന്ന് എന്തിനെങ്കിലും നമ്മൾ പറയുന്നെങ്കിൽ അത് ഈ ഉറുമ്പിന്റെ തലവരേ ഉള്ളൂ നമുക്ക്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അഹങ്കാരത്തിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് പറയുകയാണ്. ഞാൻ ചേച്ചിമാരോടൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. യെശയ്യാ പറഞ്ഞത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഇനി എന്നോട് വഴക്കിന് വരരുത്. യെശയ്യാ 3-ാം അധ്യായത്തിൽ യെശയ്യാ പറയാണ് ഇതിന്റെ കുറച്ച് എക്സ്പ്രഷൻസ്. അതായത് ഈ അഹങ്കാരത്തിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് ചേട്ടന്മാരെ കുറിച്ച് പറയുകയാണ്. 13-ാമത്തെ വാക്യം മുതൽ ശ്രേഷ്ഠന്മാരെ, രാജാക്കന്മാരെ, പുരോഹിതന്മാരെ എല്ലാവരും പറയുകയാണ്, നിങ്ങളാണ് ഈ മുന്തിരിത്തോട്ടം നശിപ്പിച്ചത്. പാവപ്പെട്ട മക്കളെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എന്റെ ജനത്തെ ഞെരുക്കുക. അപ്പൊ അതൊക്കെയാണ് അവർ ചേട്ടന്മാര് ചെയ്തതെന്ന് പറഞ്ഞാൽ, ആരുടെ തലയെ ചവിട്ടിയിട്ടാണേലും അവർക്ക് കാശുണ്ടാക്കണം. അതിപ്പോ ഓഫീസിലെ ഒരുത്തിനെതിരെ പാര വെച്ചിട്ടാണെങ്കിലും, അവന് മെമ്മ കൊടുപ്പിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവനെ തലക്കേറി ചവിട്ടിയിട്ടാണെങ്കിലും, അവന്റെ പ്രമോഷൻ തടഞ്ഞിട്ടാണെങ്കിലും, എങ്ങനെയും നമുക്ക് കയറണം.
മനസ്സിലായി? ചേട്ടന്മാരുടെ ചേച്ചിമാർക്ക് പിന്നെ ആ വിഷയത്തിലൊന്നും വലിയ താല്പര്യമില്ല. അവരുടെ താല്പര്യം എന്താ? ഞാൻ വായിക്കാം, വിശദീകരണം ഇല്ല, കാരണം നമുക്ക് അടി കൊള്ളാൻ വയ്യ. വിശദീകരണം ഇല്ല, വായന മാത്രമേ ഉള്ളൂ. കേട്ടോളുക. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും. ഒന്ന്, ഞെളിഞ്ഞു നടക്കരുത്. ഞെളിഞ്ഞു നടക്കുന്നവരും. എൻ്റെ ഭാഷയല്ല ഇത്, ഞാനാണ് സാധാരണ ഇത്തരം ലോക്കൽ ഭാഷ പറയുന്നത്. ഞാൻ നോക്കിയും ബൈബിളിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഞെളിഞ്ഞ് നടക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണ് എറിയുന്നവരും. അത് ഒരു സൈസ് ഏറാണത്. കടക്കണ്ണ് എറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരും. നടപ്പ് കണ്ടാൽ ഗബ്രിയേൽ മാലാഖയുടെ മൂത്ത പെങ്ങള് പള്ളി കുർബാനയ്ക്കാ വരുന്നത്. വരവ് കണ്ടാലോ? അതാണ് പാദസരം കിലുക്കി അലസഗമനം. അങ്ങനെ ഒരു ആഘോഷമായിട്ട്, നല്ല സെലിബ്രേഷൻ ആയിട്ട്, പിന്നെ ഞാൻ പറയുന്നില്ല, നാട്ടിലുള്ള ചേട്ടന്മാരെ എല്ലാം പ്രലോഭിപ്പിച്ച് അങ്ങനെ അങ്ങ് നടക്കുക. അല്ലാതെ തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യ അല്ലേ? ഇന്നരാണ് ഞെളിഞ്ഞ് നടപ്പ്. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോണം. അപ്പോ സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും കുണ്ടലവും വളയും കണ്ടപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും. അതില്ലേ ഒരു പെട്ടി എപ്പോഴും കൊണ്ട് കിടക്കുന്നേ, തുറന്ന ഉടനെ കണ്ണാടി, പിന്നെ ഇങ്ങനെ തൊട്ട് പരിപാടി. പിന്നെ അറിയാത്ത പോലെ ഇരിക്കല്ലേ, എത്ര എണ്ണം ഇപ്പൊ നോക്കിയാ സെർച്ച് ചെയ്തായിരുന്നു ഒരെണ്ണം കിട്ടും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. അതിന്റെ പേരാണ് സുഗന്ധ ചിമിഴ്. അതും കൊണ്ട് നടക്കുകയാണ്. പിന്നെ എന്താണ് ലോലമായ വസ്ത്രവും, അതാണ് വിലപിടി മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും. ഞാൻ ആരെയും നോക്കുന്നില്ല, നിങ്ങളെയാന്ന് വിചാരിക്കും. മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും. കണ്ടല്ലോ, ചെറിയ സഞ്ചി, ചെറുസഞ്ചിയും ലോലമായ വസ്ത്രം. അറിയാലോ എന്താന്ന് ലോലമായ വസ്ത്രം? എന്താണെന്നറിയാലോ? വസ്ത്രം നഗ്നത മറയ്ക്കാനുള്ളതാണ്, പ്രദർശിപ്പിക്കാനുള്ളതല്ല. എക്സിബിഷനിസം എന്ന ഒരു മാനസിക രോഗമുണ്ട്. ചേച്ചിമാര്, നിങ്ങൾക്കല്ല, നിങ്ങൾ കുറച്ചു നേരം ഉണ്ടായിരുന്നു, ഇവർക്കുള്ളതാണ്. അതായത് എക്സിബിഷനിസം എന്ന് പറയുന്നൊരു മാനസിക രോഗമുണ്ട്. അതായത് തങ്ങൾക്കുള്ളതൊക്കെ മറ്റുള്ളവരെ കാണിക്കണം എന്ന് പറയുന്നൊരു മാനസിക രോഗമാണത്. അത് പല ചേച്ചിമാർക്കും ഉണ്ട്. ഉള്ളതൊന്നും ആരെയും കാണിക്കണ്ട, അവനവൻ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഈ കാലഘട്ടത്തിൽ അത് ഞാൻ ഈ വിഷയം ഒരിക്കലും പറയരുതെന്ന് വിചാരിച്ചിരുന്നതാണ്, വസ്ത്രധാരണത്തെ പറ്റി. പക്ഷെ ഇത് വന്നുകൊണ്ട് പറഞ്ഞു പോകണം. ഞാനത് ആ വിഷയം മിണ്ടി അത് ഓരോരുത്തരുടെ സ്വകാര്യത എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പം ഇത് അറിയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇറക്കാവുന്നതിൻ്റെ അത്രയും അങ്ങ് വെട്ടി ഇറക്കണം. എനിക്കൊരു അപേക്ഷയുള്ളൂ, എന്നാൽ പിന്നെ എന്തിനാ അത് ഇടുന്നത്? അത് ഇടണ്ട. അത്രയും വെട്ടി എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അല്ല, അങ്ങ് അത്രയും വെട്ടി താഴ്ത്തുന്നതിന് പകരം വിട്ടേര്. ആ കേസേ വേണ്ട. നമുക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അത് വിട്, ആ കേസ് വിട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മിണ്ടത്തില്ല, എനിക്കറിയാം നിങ്ങൾ മിണ്ട. ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ആ വിഷയം നിർത്തുകയാണ്. അപ്പൊ ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു ദൈവ പൈതലിനെ കണ്ടാൽ വസ്ത്രധാരണത്തിൽ വേഷവിധാനത്തിൽ ഒക്കെ അത് വെളിപ്പെടണം. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇനിയിപ്പോൾ എന്നാ വിചാരിച്ചാലും കുഴപ്പമില്ല, പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അത് പൂർത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഇത് ആരെ കാണിക്കാനാണ്? ഇതാരെ കാണിക്കാനാണ്? ഈ 4 ലെയർ പുട്ടി ഇതാരെ കാണിക്കാനാണ്? ഇപ്പൊ നിങ്ങൾക്ക് പലതും പറയാം, കത്തനാരന്മാർക്ക് അങ്ങനെ പലതും പറയാം. നിങ്ങൾ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്കറിയാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത് കർത്താവിൻ്റെ 2ാം വരവ് ഒരുങ്ങി. ഇനിയിപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ ഉപേക്ഷിക്കാൻ സമയമായി. അതായത് നമ്മുടെ വസ്ത്രധാരണം കണ്ടാൽ അത് ദൈവത്തെ വിളിക്കുന്ന ദൈവ പൈതലാണ്, അവളെ കണ്ടാൽ അറിയാം. നമ്മുടെ വേഷവിധാനത്തിൽ അത് ശ്രദ്ധിക്കണം. എന്നോട് പലപ്പോഴും പല ആളുകളും വളരെ വേദനയോട് പറഞ്ഞിട്ടുണ്ട്, അച്ചാച്ചൻ്റെ കൂടെയൊക്കെ വരുന്ന ആളുകൾ അവരുടെ വേഷത്തിൽ ശ്രദ്ധിക്കാൻ പറയണം. നമ്മൾ പിന്നെ ആരുടെയും സ്വകാര്യത ആവശ്യമില്ല, എന്തിനാ? അല്ലാതെ തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യ. പിന്നെ ഇനിയും വേഷം ജോലിയാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ച് മിണ്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. യേശയ്യ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 3-ാം അധ്യായത്തിൽ യേശയ്യ പറയുകയാണ്, ഇതിൻ്റെ എല്ലാം തലേ ചൊറി വരും. ഞാൻ പരാഗിയൊന്നുമല്ല, നിങ്ങൾ വായിച്ചോ, ഇതിൻ്റെ തല മുഴുവൻ ഞാൻ ചൊറി കൊണ്ടെന്നറിയാം.
അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വേഷവിധാനത്തിൽ ഇപ്പം നിങ്ങളെല്ലാം മാന്യമായ വേഷം ധരിച്ച ആളുകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളോട് ഇതൊക്കെ പറയണം, കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയണം. അല്ലാതെ തന്നെ കുളിമുറിയിൽ ഒളിഞ്ഞു കയറി ഫോട്ടോ എടുക്കുന്ന കാലമാണ്. അന്നേരമാണ് ഇനി മാന്യമായ വേഷം ധരിക്കാതെ പോയാൽ. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3-ാം അധ്യായം. 4-ാമത്തെ അധ്യായം പറയുന്നത് രക്ഷയുടെ വാഗ്ദാനമാണ്. അതായത് യെശയ്യാ എവിടെ വായിച്ചാലും ശ്രദ്ധിക്കുക. മടുത്തോ നിങ്ങൾ? ഇതൊരു ബോറൻ ക്ലാസ് ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല. അതായത് യെശയ്യാ നിങ്ങൾ വായിച്ചോളുക. എവിടെ ഇതുപോലെയുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാലും അതിന്റെ തൊട്ടടുത്ത് പറയും, പേടിക്കണ്ട, ഇതാ രക്ഷ വരികയാണ്. 4-ാം അധ്യായം പറയുന്നത് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് കർത്താവ് വളർത്തിയ ഒരു ശാഖ പൊട്ടി പുറപ്പെടും. അതായത് യേശുവിനെ കുറിച്ചുള്ള വാഗ്ദാനമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. 4-ാം അധ്യായം. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാം അധ്യായം. അപ്പോൾ 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർത്താവ് പറയാണ്, നിങ്ങളുടെ റിലീജിയോസിറ്റിയോട് എനിക്ക് താല്പര്യമില്ല. 2-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയാണ്, എന്താണ് പാപം? അഹങ്കാരമാണ് പാപം. 3-ാം അധ്യായത്തിൽ പറയുകയാണ്, നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മൾ ദൈവമക്കളാണെന്ന് തെളിയിക്കണം. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ ദൈവമക്കളോട് യെശയ്യാ പ്രവചിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ പറയാണ്, പേടിക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവ് അനുവദിച്ച ശിക്ഷ വന്നാലും രക്ഷയുടെ ഒരു ശാഖ പൊട്ടിക്കളിക്കും. ഈ 4 അധ്യായം. ഇനി 5-ഉം 6-ഉമാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കത് തുടരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം ജീവിതത്തിൽ കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഞാനും നിങ്ങളും ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് പോരായ്മകളും കുറവുകളും വന്നിട്ടുണ്ട്. പ്രത്യേകമായി നമുക്ക് പോരായ്മ വന്നൊരു മേഖലയാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ദൈവത്തിന് ആ മഹത്വം കൊടുക്കാൻ നമ്മൾ മറന്നുപോകും. അങ്ങനെ അപ്രകാരം നമ്മുടെ കഴിവാണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ വിചാരിക്കും. അപ്പോൾ അത് വളർന്നു വരാൻ പാടില്ല. തിരിച്ചറിയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് അനുദപിക്കണം. ഓരോ കുമ്പസാരത്തിലും നമുക്ക് ഏറ്റുപറയാനുള്ള ആദ്യത്തെ പാപം ഇതാണ്: ദൈവമേ, ഞാൻ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട്, ദൈവത്തിന് തരുന്ന മഹത്വം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, എൻ്റെ കഴിവാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഓർത്ത് നമ്മളിപ്പോൾ മാപ്പ് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ സാക്ഷ്യമാവുക, അല്ലെങ്കിൽ സ്കാൻഡലാവുക. ഒന്നുകിൽ സാക്ഷ്യമാവുക, അല്ലെങ്കിൽ ഉതപ്പാവുക. ഇതിന് നടുക്കൊരു വഴിയില്ല. ഇപ്പൊ ദൈവമക്കൾ എന്ന് പറയുന്നവരെ കണ്ടാൽ, അവരെ കാണുമ്പോൾ മനുഷ്യർക്ക് തോന്നണം അവര് ദൈവമക്കളാണ്. അത് നമ്മുടെ വേഷവിധാനത്തിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ പോക്കിൽ, നമ്മുടെ സംസാരത്തിൽ അത് പ്രതിഫലിക്കണം. നമുക്കൊക്കെ അറിവില്ലാത്ത, പക്വതയില്ലാത്ത കാലത്ത് നമുക്ക് പോരായ്മകൾ വന്നാലും ദൈവവചനം പഠിച്ച് തിരിച്ചറിവുണ്ടാവുമ്പോൾ അതെല്ലാം തിരുത്തണം. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരുത്തി മുന്നോട്ട് പോകണം. നമുക്ക് ജീവിതത്തിൽ ഈ മേഖലകളിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. മറ്റുള്ളവരെ നമ്മൾ സ്നേഹത്തോടെ, കരുണയോടെ കാണണം. നമ്മളെല്ലാ ധ്യാനത്തിനും പോവും, എല്ലാ പ്രാർത്ഥനയ്ക്കും വരും, എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ നമ്മൾ മുമ്പിലുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകൾ നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസമില്ല. ആളുകളോട് നമ്മൾ വളരെ കുറ്റം പറയുന്നു, റഫായിട്ട് പെരുമാറുന്നു. നമ്മൾ മറ്റുള്ളവരെല്ലാം വിധിക്കുന്നു, പുച്ഛിക്കുന്നു, എല്ലാവരെയും കുറിച്ചും കുറ്റം പറഞ്ഞ് നടക്കുന്നു. നമുക്ക് എല്ലാവരോടും പുച്ഛമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ നമ്മൾ സാക്ഷ്യമല്ല, സ്കാൻഡലാവുകയാണ്, ഉതപ്പാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ കണ്ടോ, ധ്യാനത്തിന് പോയിട്ടും ഇവന് മാറ്റമില്ല. അപ്പോൾ പിന്നെ ധ്യാനത്തിന് പോകുന്നതിന് പ്രയോജനമില്ല. എന്തിനാ ഈ, എന്നോട് ചോദിച്ച സഹോദരി ചോദിച്ചട്ടെ, എന്തിനാ ഈ ധ്യാനത്തിനൊക്കെ പോകുന്നത്? എനിക്കത് വലിയ ചുരിക കുത്തുകൊണ്ട് എൻ്റെ ചങ്കിനകത്ത് കുത്തുന്ന പോലെ വേദന തോന്നി. എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് വേദന തോന്നുന്നത്. എങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു ഈ കാലഘട്ടത്തിൽ അനേകം പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു കരുണയില്ലല്ലോ, ഇവർക്ക് ആരോടും ഒരു സ്നേഹവും അലിവൊന്നും ഇല്ലല്ലോ, ഇവർക്കൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഒരു പ്രേരണയില്ലല്ലോ, ഇവര് പിന്നെയും അവര് എല്ലാ ബ്യൂട്ടി പാർലറിലും കയറി നടക്കുകയാണല്ലോ, ഇവരെല്ലാം ധ്യാനത്തിനും പോകുന്നെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ഉതപ്പാണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ അത് ശ്രദ്ധിക്കണം. അതായത് മാന്യമായ, മിതമായ, പക്വതയുള്ള രീതി. സമയത്തിന് പോയി. അപ്പോൾ പറഞ്ഞു തീർക്കാൻ എല്ലാ ആഴ്ചയും ഇത് തന്നെ പരിപാടി. പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയം കിട്ടില്ല, സാരമില്ല. നമുക്കത് അതിലേക്കൊരു ഓറിയന്റേഷൻ കിട്ടും. 6-ാം അധ്യായമാണ് സത്യത്തിൽ യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാം അധ്യായമാണ്. ആദ്യത്തെ പല അധ്യായങ്ങളുടെയും
ഒരു സെൻട്രൽ ചാപ്റ്ററായിട്ട് സൂചിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പം ഈ 6-ാം അധ്യായത്തിൽ ഒന്ന് കയറിയിട്ട് 5-ലേക്ക് നമ്മൾ തിരിച്ചു വരും. 6-ാം അധ്യായത്തിൽ യെശയ്യാ ഒരു ദർശനം കാണുകയാണ്. ഉസിയാ രാജാവ് മരിച്ച വർഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസിയാ രാജാവ് മരിച്ച വർഷം. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മളൊരു സന്ധ്യ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഉസിയാ രാജാവിൻ്റെ പ്രത്യേകത ഇതാണ്, അദ്ദേഹം മഹാ അഹങ്കാരിയായിരുന്നു. നമ്മളതിനെക്കുറിച്ച് ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അഹങ്കാരം, രാജാവിൻ്റെ അഹങ്കാരം, അത് ജനതയിലേക്ക് പടരുകയാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, പുരോഹിതനിൽ നിന്നും പ്രവാചകനിൽ നിന്നും ദേശം മുഴുവനിലേക്കും അധർമ്മം പടർന്നിരിക്കുന്നു. അതായത് ഏത് തിന്മയും ജനത്തെ ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ദൈവം ജനത്തെ നയിക്കാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് സത്യത്തിൽ തിന്മയുടെ ആരംഭം തുടങ്ങുന്നത്. ഇത് ശ്രദ്ധിക്കണം. അതായത് ഒരു കുടുംബത്തിലേക്ക് തിന്മ ഇറങ്ങുന്നത് പ്രധാനമായും കുടുംബനാഥന്റെ തിന്മയിൽ നിന്നാണ്. ഇപ്പൊ ഒരു ഇടവകയുടെ അഭിഷേകമോ പരാജയമോ മിക്കവാറുമൊക്കെ അവിടുത്തെ വികാരിയച്ഛനെ ആശ്രയിച്ചാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അതായത് മിക്കവാറുമൊക്കെ ഒരിടവകയുടെ പുരോഗതിയോ അധോഗതിയോ അത് ആ വികാരിയച്ഛനെ ആശ്രയിച്ചാണ്. അതായത് ഈ കൃപ ഇറങ്ങുന്നത്, മെയിൻ പൈപ്പ് എന്ന് പറയുന്നത് ഈ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ദേശത്തേക്ക് അധർമ്മം പടരുന്നത് യെശയ്യാ പറയുകയാണ്, പുരോഹിതനിൽ നിന്നും പ്രവാചകനിൽ നിന്നും ദേശത്തേക്ക് അധർമ്മം പടർന്നിരിക്കുന്നു. ഇപ്പൊ രാജാവ് 1-ാം സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുന്ന ഒരാളാണ്. ആ രാജാവിൽ നിന്ന് ദേശം മുഴുവൻ കണ്ടോ. ഉസിയായുടെ ക്യാരക്ടർ എന്താണ്? അഹങ്കാരം. ഇപ്പൊ യെശയ്യാ എന്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത്? അഹങ്കാരത്തെ. അപ്പൊ ഈ ദേശം മുഴുവൻ അഹങ്കാരം പടർന്നു പിടിച്ചിരിക്കുന്നു. അങ്ങനെ ദേശം മുഴുവൻ അഹങ്കാരം പടർന്നു പിടിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, യെശയ്യായ്ക്ക് ആഴമായ ഒരു ദൈവാനുഭവം ഉണ്ടാവുന്നില്ല. എന്നാൽ 6-ാം അധ്യായം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഉസിയാ രാജാവ് മരിച്ച വർഷം എന്ന് പറഞ്ഞാൽ ആ തിന്മയുടെ വേര് അറ്റു. അപ്പോഴേക്ക് കൃപകൾ തുറക്കപ്പെടാൻ തുടങ്ങി. അപ്പൊ അതാണ് പല വീടുകളിൽ കുടുംബനാഥന്മാരൊന്ന് മാനസാന്തരപ്പെട്ട് പെട്ടെന്ന് കെട്ടഴിയാൻ തുടങ്ങി. പല വീടുകളിൽ ഉത്തരവാദിത്തമുള്ളവര് മക്കള് മാനസാന്തരപ്പെടണമെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് നേരെയായി തുടങ്ങി കാര്യങ്ങൾ വ്യത്യാസം വരാൻ തുടങ്ങി. ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നമ്മൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ഇതിനകത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട്. വചനം അങ്ങനെ ഒരു കാര്യത്തെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഉസിയാ രാജാവ് മരിച്ച വർഷം ഒരു ദർശനം ഉണ്ടാവണം. ദർശനമൊക്കെ ഞാൻ വളരെ വിശാലമായി മറ്റൊരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ആ ദർശനത്തിൽ യെശയ്യാ കർത്താവിന്റെ മഹത്വം കാണുകയാണ്. ഉസിയാ രാജാവ് മരിച്ച വർഷം ദേവാലയത്തിൽ യെശയ്യായ്ക്ക് ദർശനം ഉണ്ടായി. കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ പ്രവചനത്തിൽ 62 തവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് സൈന്യങ്ങളുടെ കർത്താവ്. അത് ഈ ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. 62 തവണ ഈ പുസ്തകത്തിൽ ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേളിലുള്ള കർത്താവ്, എല്ലാത്തിനും ഉപരിയായ കർത്താവ്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. 2-ാം അധ്യായത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? എല്ലാത്തിനും മുകളിൽ കർത്താവ് ഉയർന്നു നിൽക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെന്റെ പുറകെ വരണം. എല്ലാത്തിനും മുകളിൽ കർത്താവ് ഉയർന്നു നിൽക്കും. യെശയ്യാ 6-ാം അധ്യായത്തിൽ യെശയ്യാ കാണുകയാണ് കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ മനുഷ്യന്റെ അകത്ത് ബോധ്യമായിട്ട് കയറി ദൈവമാണ് ഏറ്റവും മുകളിൽ, എല്ലാറ്റിന്റെയും മുകളിൽ ദൈവമാണ്. നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാറ്റിന്റെയും മുകളിൽ ദൈവമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം അറിയാതെ എന്റെയോ നിന്റെയോ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാറ്റിന്റെയും മുകളിൽ ദൈവമാണ്. ഉന്നതമായ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും എപ്പോഴെങ്കിലും പിന്നീട് അത് വിശദീകരിക്കാം. എല്ലാ സാഹചര്യത്തെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. എല്ലാ കളികളുടെയും ഏറ്റവും ടോപ്പിൽ ദൈവമാണ്. ദൈവം അറിയാതെ ഒന്നും വന്നിട്ടില്ല. പിശാചായിരിക്കും ചിലപ്പോൾ ഇത് കൊണ്ടുവന്നത്, പിശാചായിരിക്കും ഈ ദുരിതം വിതച്ചത്, പിശാചായിരിക്കും ഈ സഹനം അയച്ചത്. പക്ഷെ ദൈവമാണ് ഏറ്റവും മുകളിൽ. കർത്താവ് പച്ചക്കൊടി കാണിക്കാതെ ഒന്നും വരില്ല. അങ്ങനാണെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ വൈദ്യരെ,
നിന്റെ ജീവിതത്തിൽ ഈ ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ അറിഞ്ഞാൽ നിന്നിൽ ഒരു അഭിഷേകം ഇന്ന് തുറക്കപ്പെടും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് ജീവിതത്തിൽ ഒന്നും ദൈവം അറിയാതെ വന്നിട്ടില്ല. എന്തെല്ലാം ചിലപ്പോ നമുക്ക് തിന്മയായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ തിരിച്ചടി, അപവാദം, ആക്ഷേപം, കുറ്റപ്പെടുത്തൽ, സഹനം, രോഗം, എന്തും ആയിക്കോട്ടെ, കർത്താവ് അറിയാതെ ഒന്നും വന്നിട്ടില്ല. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായാലും കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തെന്നാലും ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എന്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസഖിയായി ചാരയുള്ള കർത്താവ് അറിയാതെ, എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. കർത്താവ് അറിയാതെ ഒന്നും ഭവിക്കയില്ല. അപ്പൊ ഇതാണ് ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമാണിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ദൈവാനുഭവം തുറക്കപ്പെട്ടു. അങ്ങനെ ദൈവാനുഭവം യെശയ്യായിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ സെറാഫുകള് നിന്ന് അവിടെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ആരാധിക്കുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോ യെശയ്യായ്ക്ക് സംഭവിക്കുന്ന മാറ്റമാണ്. സത്യത്തിൽ ഞാൻ അതാണെന്ന് പറയണമെന്ന് വിചാരിച്ചൊക്കെ വന്നത്, അതിലേക്ക് എത്താൻ പറ്റിയില്ല. നമുക്കത് പിന്നീട് വിശദീകരിക്കാം. യെശയ്യായ്ക്ക് ഈ ദൈവാനുഭവം തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോ യെശയ്യായിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. യെശയ്യ പെട്ടെന്ന് കമിഴ്ന്നു വീണു. കമിഴ്ന്നു വീണിട്ട് അദ്ദേഹം പറയുകയാണ്, അയ്യോ എനിക്ക് ദുരിതം. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് ആരാധന ഒരു 10 മിനിറ്റ് നടത്തി നിർത്താം. ഇപ്പൊ ഇത് ശ്രദ്ധിച്ചു, ഇത് മനസ്സിലാക്കിയേ പറ്റൂ. യെശയ്യ പറയുകയാണ്, അയ്യോ എനിക്ക് ദുരിതം. എന്റെ സൈന്യങ്ങളുടെ കർത്താവിനെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അയ്യോ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരമുള്ളവൻ, അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു മനുഷ്യന്റെ ദൈവാനുഭവത്തിലേക്കുള്ള യാത്ര 2 ഘട്ടങ്ങൾ പിന്നിട്ടാണ് ദൈവാനുഭവത്തിലേക്ക് എത്തുന്നത്. ദൈവാനുഭവത്തിലേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്രയ്ക്ക് കൃത്യമായി നിജപ്പെടുത്താവുന്ന, നിശ്ചയിക്കാവുന്ന, അതിരിടാവുന്ന പ്രധാനപ്പെട്ട 2 മുൻപേ പോകുന്ന 2 ഘട്ടങ്ങളുണ്ട്. അതായത് നമ്മൾ 2 ഹേർഡിൽസ്, കടമ്പകൾ കടന്നിട്ടാണ് ആത്മാവിന്റെ ലോകത്തെത്തേണ്ടത്. ഒന്നാമത് നമ്മൾ കടക്കേണ്ട കടമ്പയാണ് ഈ ശരീരം, ഈ ശാരീരിക ലോകം. രണ്ടാമത് നമ്മൾ കടക്കേണ്ട ഒരു ലോകമാണ് മാനസിക ലോകം. ഇത് കടന്നാലേ ആത്മാവിന്റെ ലോകത്ത് എത്തും. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയാൽ ഇത് വളരെ വലിയ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കും. അതായത് നമുക്ക് ദൈവത്തെ സത്യസന്ധമായിട്ട് അനുഭവിക്കണമെങ്കിൽ, ഇനി ദൈവത്തെ അനുഭവിച്ചാൽ, ദൈവത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കൈയടിക്കുന്നോ ബഹളം വെക്കുന്നോ ഒന്നുമല്ല. ദൈവത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് 16-ാം സങ്കീർത്തനത്തിലുണ്ട്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അതായത് പ്രയാസം വന്നാലും, ദുഃഖം വന്നാലും, വിഷമം വന്നാലും, പോരായ്മ വന്നാലും, ആക്ഷേപം കേട്ടാലും, എന്ത് വന്നാലും ഈ ആൾക്ക് അകത്ത് ഒരു സമാധാനമുണ്ട്. അതിന്റെ പേരാണ് ഗോഡ് എക്സ്പീരിയൻസ്. അത് ദൈവാനുഭവം ഉള്ളവനേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ദൈവാനുഭവം എന്ന് പറഞ്ഞാല് കുറെ കൈയടിക്കുന്ന ബഹളം വെക്കുന്ന അതൊന്നും ഒഴിവാക്കല്ല, അതൊക്കെ വേണം. ഞാൻ അതിലെ ശാരീരിക ലോകം പറയുമ്പോൾ അവിടെ അതെല്ലാം വേണം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഇതാണ് ഗോഡ് എക്സ്പീരിയൻസ്. അതായത് ദൈവം, നീ ശരിക്കും ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ? ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അതായത് സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അമിതമായി എക്സൈറ്റഡ് ആവുകയോ, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അമിതമായി വ്യാകുലപ്പെടുകയോ ചെയ്യാത്ത നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരാള് ദൈവാനുഭവമുള്ള ആളാണ്. ദൈവാനുഭവമുള്ള ആൾക്കേ അങ്ങനെ പറ്റൂ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്ലാത്തവര് ആഘോഷത്തിന് കടന്ന് ആറാടും, പിന്നെ സങ്കടം വരുമ്പോ കടന്ന് തലയും കുത്തി കിടന്ന് പിന്നെ കയറും എടുത്തോണ്ട് നിൽക്കും. ധ്യാനം 517 കൂടിയത്, അത് വേറെ കാര്യം. ഇത് 527-ാമത്തെ ധ്യാനമാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ ഇത്. അതായത് ആത്മാവിന്റെ ലോകത്തെത്തിയാൽ, അതായത് ആത്മലോകത്തെ സമ്പർക്കം കിട്ടിയാൽ കിട്ടുന്ന ഒന്നാമത്തെ ഇഫക്റ്റ് ഇതാണ്. അതായത് ഇയാൾ ഈ വെളിയിലുള്ള കാര്യം കണ്ടെന്നും വലിയ മാനുഷികമായ ചില പ്രയാസമൊക്കെ വരും, അസ്വസ്ഥയ്ക്ക്. പക്ഷെ അതൊക്കെ അത്രയേ ഉള്ളൂ, അന്നേരേ ഉള്ളത്, അത് കഴിഞ്ഞു. അല്ലാതെ അതിനേക്കാളൊക്കെ വലുത് ഈ അകത്ത് ഒരു ആനന്ദം കിടക്കുകയാണ്. അകത്ത് അങ്ങനെ കിടക്കുകയാണ്. ആ സാഗരം ഇങ്ങനെ അലയടിക്കുമ്പോ
പുറമേയുള്ള ചെറിയ കാറ്റുകൾ അയാൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. ആ ജീവന്റെ മഹാനദിയിൽ മുങ്ങിക്കിടക്കുമ്പോ ആരെങ്കിലും എറിഞ്ഞാലും അത് ഈ വെള്ളത്തിൽ തട്ടിയെന്ന് പോകും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചു കേൾക്കാൻ പ്രിയപ്പെട്ട മക്കളെ, അതായത് ആത്മലോകത്തേക്ക് പ്രവേശിച്ച 16-ാം സങ്കീർത്തനം പറയുകയാണ് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. 4-ാം സങ്കീർത്തനം പറയുകയാണ്, 4-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യാണെന്ന് തോന്നുന്നു, ധാന്യത്തിലും വീഞ്ഞിലും വർദ്ധിച്ച കാലത്ത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങന്റെ ഹൃദയത്തിൽ തന്നല്ലോ. അതായത് ധാന്യവും വീഞ്ഞും 25 ലക്ഷം രൂപ അവന് കിട്ടിയപ്പോ അവന്റെ ചങ്കയിൽ ഉണ്ടായതിലേറെ ആനന്ദം നിന്റെ അടുത്ത് മുട്ടും മടക്കിയിരുന്നപ്പോ നീ എനിക്ക് തന്നല്ലോ. 4-ാം സങ്കീർത്തനം 6-ാം വാക്യം 7-ാം വാക്യം കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ഇനി 73-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം, കർത്താവെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ഇതിന്റെ പേരാണ് ദൈവാനുഭവം. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഈ ദൈവാനുഭവം 6-ാം അധ്യായത്തിൽ യേശയ്യായ്ക്ക് കിട്ടുകയാണ്. ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് വെളിപ്പെടുത്തലൊക്കെ കിട്ടുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷേ ദൈവാനുഭവം കിട്ടിയിട്ടില്ല. വരങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട് അതിനു മുമ്പേ. വരമുണ്ട്, എന്താണ്? പ്രവചനത്തിന്റെ വരം. അതനുസരിച്ചാണ് ഇയാൾ 1, 2, 3, 4 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത്. പക്ഷെ ദൈവാനുഭവം, ഹാർഡ് കോർ ഗോഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അത് ഈ 6-ാം അധ്യായത്തിലാണ്. അപ്പൊ ഈ 6-ാം അധ്യായത്തിൽ ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ, ആത്മാവിന്റെ ലോകത്തേക്ക് യേശയ്യാ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ, ആവാതചൂടം, ആ അഭിഷേകം വ്യാപരിച്ചപ്പോ സാഷ്ടാംഗം വീണ് കിടന്ന് ചങ്കത്തടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയാണ്, ദൈവമേ, അയ്യോ എനിക്ക് ദുരിതം. ശരീരത്തിന്റെ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. മനസ്സിന്റെ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. ഇനി എന്താണ് ശാരീരിക ലോകം? അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ കൈയടിക്കുന്നു, കൈ ഉയർത്തുന്നു, സ്തുതിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ശാരീരിക പ്രക്രിയകളാണ്. ഇത് വേണം ദൈവാരാധനയിൽ. അപ്പൊ ഈ യാത്ര ആരംഭിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഉദാഹരണം പറഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ മുട്ട പോലിങ്ങ സാധനം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ശരീരം. ഇപ്പൊ ഒരു ഭക്തൻ ദൈവാനുഭവത്തിലേക്കുള്ള യാത്രയിലാണ്. ആ ഭക്തന്റെ ശരീരമാണിത്. ഈ ശാരീരിക ലോകത്ത് നടക്കുന്ന പ്രക്രിയകളാണ് കയ്യടി, പാട്ട്, പ്രാർത്ഥന, സ്തുതിപ്പ്, മുട്ടുകുത്തി നിൽക്കുന്നത്, കൈവിരിക്കുന്നത്, ഹല്ലേലൂയ പറയുന്ന എല്ലാം ഈ ശാരീരിക ലോകത്താണ്. ഇതൊക്കെ വിശ്വസ്തയോടെ ഒരു ദൈവഭക്തൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന ചൊല്ലുന്നത്, പാടുന്നത്, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത്, കൊന്ത ചൊല്ലുന്നത്, ഇതെല്ലാം വിശ്വസ്തയോടെ ചെയ്യുമ്പോ ഈ ഭക്തൻ അറിയാതെ അയാൾ പതുക്കെ ഒരു യാത്ര ആരംഭിച്ചു. പതുക്കെ യാത്ര ആരംഭിച്ചു. ഇപ്പൊ ഈ പുൾപിറ്റ്, എന്റെ ബൈബിൾ ഇരിക്കുന്ന ഈ എവങ്കേലിയോൻ പീഠം, ഇത് മാനസിക ലോകമാണ്. അതേപോലെ ഈ ശാരീരിക ലോകത്തിൽ നിന്ന് ഇങ്ങനെ കൈയടിച്ച് നല്ല പ്രാർത്ഥിച്ച് വരുമ്പോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നന്നായിട്ട് ഇൻവോൾവ് ചെയ്താൽ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ആയാസം ഇല്ലാതെ അങ്ങ് ചെയ്യാൻ പറ്റും. പിന്നെ കൈയടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ആരും ഇങ്ങനെ ഉന്തണ്ട, അവരതൊക്കെ അങ്ങ് ചെയ്തോളും. പിന്നെ കാരണം അതൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം വരികയാണ്. അത് ചെയ്യുന്നതോടുകൂടി ചില വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. എന്താണ്? ഭയങ്കരമായ ഒരു ആവേശം വരികയാണ്, സ്തുതിക്കാൻ തോന്നുകയാണ്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ തോന്നുകയാണ്. അങ്ങനെ മെന്റൽ വേൾഡിലാണ് ആ യാത്ര. ഇങ്ങനെ തുടർന്ന് ഈ മാനസിക ലോകത്ത് വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ ചില സമയത്ത് കണ്ണുനീരിന്റെ ഒരു അഭിഷേകം കിട്ടുന്നു. അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയാവുന്ന 98% ആളുകളും ഇവിടം കൊണ്ട് അവരുടെ ആത്മീയ യാത്ര അവസാനിപ്പിച്ചവരാണ്. ധ്യാനം 1027-ാമത്തെയാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം ദ വേൾഡ് ഓഫ് ഫിസിക്കൽ, ഫ്രം ദ ഫിസിക്കൽ വേൾഡ് സ്റ്റാർട്ടഡ്, മൂവ്ഡ് ഓൺ and they ended up in the mental sphere. ഇവിടെ എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഇത് കഴിഞ്ഞൊരു യാത്രയുണ്ട്. ഈ യാത്രയെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായിട്ട് വേറൊരു അവസരത്തിൽ പറയാം. ഇതിന് ചില വഴികളുണ്ട്. ഈ ആത്മാവിന്റെ ലോകത്തേക്ക് കേറിയാൽ അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാമോ? ഈ ശരീരത്തിന്റെ ലോകത്തിൽ അപ്പൊ 5057-ാമത്തെ ധ്യാനം ശാരീരിക ഇതെല്ലാം, ആ ധ്യാനത്തിനെല്ലാം ഭയങ്കര കയ്യടി, തുള്ളല്, ചാട്ടം, സ്തുതിപ്പ്, ഭാഷാപരം എല്ലാം ഉണ്ട്.
മാനസികം ഒത്തിരി അനുഭവങ്ങള്, കർത്താവിനെ കാണുന്നു, ഇങ്ങനെ പ്രകാശം വരുന്നു, ഈശോയുടെ രൂപം കാണുന്നു, തെറ്റല്ലേ നിന്നും, ഇതൊക്കെ വേണം. ഈസ് ഓൺ എ ജേർണി. ഇങ്ങനെ വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അങ്ങനെ വന്ന് ഇവിടെ എത്തി. പക്ഷെ ഇവിടെ എത്തുമ്പോഴും ഒരു പ്രശ്നം എന്തെന്നറിയാമോ? 5-ാം അധ്യായം വായിച്ചേ, അപ്പൊ ആ പ്രശ്നം പിടികിട്ടും. ആ പ്രശ്നം ഇതാണ്. 5-ാം അധ്യായത്തിൽ ഏതാണ്ട് 9 തവണ ദുരിതം എന്ന വാക്ക് പറയുന്നുണ്ട്. ദുരിതം. 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു ദുരിതം എന്ന വാക്ക് പറയുന്നുണ്ട്. ആരാ പറഞ്ഞത്? യേശയ്യ. ആർക്കാ ദുരിതം? ആർക്കാ ദുരിതം? യോ എനിക്ക് ദുരിതം, യോ എനിക്ക് ദുരിതം, ഞാൻ ഒത്തിരി അശുദ്ധിയുള്ളവനാണ്, യോ എനിക്ക് ദുരിതം. 6-ാം അധ്യായം. 5-ാം അധ്യായം വായിക്ക്. 5-ാം അധ്യായത്തിൽ 9 തവണ യേശയ്യ പറയാണ് ദുരിതം. ആർക്കാന്നറിയാമോ? നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം. 9 തവണ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശയ്യ പറയുകയാണ് ചുറ്റുമുള്ളവർക്കെല്ലാം ദുരിതം. മാനസിക ലോകത്ത് വരെയുള്ള ഭക്തന് മറ്റുള്ളവരുടെ ദുരിതം മാത്രമേ കാണാൻ പറ്റൂ. ആത്മാവിന്റെ ലോകത്തേക്ക് നീ എന്ന് കയറുന്നോ അന്ന് നീ ബാക്കിയുള്ള ഒരു ദുരിതം കാണില്ല. അയ്യോ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനങ്ങൾ നമ്മെ കൂടുതൽ പരിചയരാക്കി മാറ്റിയെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ ധ്യാനം കഴിയും തോറും നമ്മൾ ബാക്കിയുള്ളവരുടെ കുറ്റം കൂടുതൽ കണ്ടെത്താൻ തുടങ്ങിയെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ 6-ാം അധ്യായത്തിൽ യേശയ്യ ആത്മലോകത്തെത്തിയപ്പോ അയാൾ പിന്നെ വേറെ ആരെയും കാണുന്നില്ല. പ്രവചന ദൗത്യം പിന്നെയും തുടരുന്നുണ്ട്. പലരുടെയും ദുരിതമൊക്കെ പിന്നെയും പറയുന്നുണ്ട്. പലരോടും പറയുന്നുണ്ട് നീ ചെയ്യുന്ന തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഓരോ രാത്രിയിലും അയാൾ ചങ്കത്തടിച്ചിട്ട് പറയും അയ്യോ എനിക്ക് ദുരിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്തെല്ലാം ദുരിതം പറയുന്നതെന്നറിയാമോ? 8-ാം വാക്യം, 5-ാം അധ്യായം 8-ാം വാക്യം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയല് ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. ഇതെല്ലാം സത്യമാട്ടോ, കള്ളമൊന്നുമല്ലേ ഇതൊന്നും. അതായത് വലിയ തോട്ടം വാങ്ങിച്ചു കൂട്ടിയിട്ട് അതിനെ മുറ്റും മതില് കെട്ടിയിട്ട് വലിയ വീട് വെച്ച് അതിനകത്ത് തന്നെ താമസിക്കുന്നവന് ദുരിതം. വ്യാഖ്യാനമില്ല, വചനം ദുരിതം. 11 ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ക്ലബ്ബുകളിൽ രാത്രി ചെലവഴിക്കുന്നവർക്ക് ദുരിതം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ക്യൂയിൽ നിൽക്കുന്നവന്, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവന് ദുരിതം. യേശയ്യ ഇന്നാണ് ഇത് എഴുതിയിരുന്നത്, ഇങ്ങനെ എഴുതിയത്. പാതിരാത്രി ജോലിയും കഴിഞ്ഞ് ക്ലബ്ബിൽ ചെന്ന് കുടിച്ച് മത്താടുന്നവന് ദുരിതം. 18 നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം. അതായത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റല്ലെന്ന് പറയുന്നവന് ദുരിതം. പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധിക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവന് ദുരിതം. 9 ദുരിതമാണ് 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ ഒറ്റ ദുരിതമേ ഉള്ളൂ. നിങ്ങളുടെ ആരുടെയും ദുരിതം ഇപ്പോൾ അയാൾ കാണുന്നില്ല. അയാൾ കാണുന്നത് അയ്യോ എനിക്ക് ദുരിതം. നമുക്കൊരു 10 മിനിറ്റ് ആരാധന നടത്തി അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട മക്കളെ. അതായത് ആത്മലോകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ഒരാള് ജീവിതത്തിൽ ഒത്തിരി കാര്യം തിരുത്താനുണ്ടെന്ന് കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ജീവിച്ചു പോകും. ബാക്കിയുള്ളവർക്കെല്ലാം കുറ്റം, ബാക്കിയുള്ളവർ ചെയ്യുന്നത് മുഴുവൻ കുറ്റം. കുട്ടിക്കാനത്ത്, പാഞ്ചാലിമേട് കുട്ടിക്കാനത്തെ കാട്ടിൽ 3 സഹോദരന്മാർ 20 കൊല്ലമായിട്ട് കാട്ടിൽ താമസിക്കുന്നുണ്ട്. അവരോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കാട് കയറിയത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി കയറിയതാണ്. ശുദ്ധിയാക്കാൻ വേണ്ടി കയറിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 20 കൊല്ലം. ചോദിക്കുമ്പോൾ അവര് പറയുകയാണ്,
ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കണ്ടെത്താൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എത്രമാത്രം അപകടകാരികളാണെന്ന് മനസ്സിലാവാൻ തുടങ്ങിയത്. എന്താ കുമ്പസാര കൂട്ടി പറയുമ്പോൾ ചെല്ലുമ്പോൾ പാവമില്ലാത്തത്? ഈ ലോകത്ത് നിൽക്കുന്നേ ഉള്ളൂ, ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, കയ്യടിയും ബഹളവും മാത്രമേ ഉള്ളൂ. ഇവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു സ്റ്റെപ്പ് ഒരടി ഫ്രണ്ടിലോട്ട് പോയിട്ടില്ല. അവനവന്റെ പോരായ്മ മാത്രം കണ്ടെത്തിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടിക്കാലത്തെ ചേട്ടന്മാര് പറയാണ്, 20 കൊല്ലമായിട്ടും ഇനിയും ഒരു 40 കൊല്ലം കൂടി ജീവിച്ചാൽ പോലും തീരാത്തത്ര തിന്മ നമ്മുടെ അകത്തുണ്ടെന്ന്. അതെവിടെ വെളിപ്പെട്ട് കിട്ടുന്നറിയാമോ? ഇവിടെ എത്തണം. ഇവിടെ എത്തിയാൽ ഓരോ ദിവസവും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറിൽ എഴുന്നേറ്റിരുന്ന അയ്യോ ഞാൻ മഹാഭാവിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞത്. അതാണ് പാദ്രേ പിയ ഒരു ദിവസം 12 തവണ കുമ്പസാരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആണ്ടുകുമ്പസാരം പോലും നടത്താൻ നമുക്ക് പാവമില്ലാത്ത വിധത്തിൽ നമ്മൾ പുണ്യാളന്മാരല്ലേ? ഒറ്റ കാര്യമുള്ളൂ, അറിവില്ലായ്മ കൊണ്ടാണ്. ഇത് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ധ്യാനം 517 ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. എഴുന്നേറ്റൊന്നേ. നമുക്ക് ഈ രാത്രിയിൽ കർത്താവിന്റെ വലിയ കരുണ നമ്മളിലേക്ക് ഒഴുകാൻ ആഗ്രഹിക്കാം. എല്ലാ മക്കളും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ആരാധന കഴിഞ്ഞ് കൃത്യം 9 മണിക്ക് ആരാധന തീരും. പിന്നെ ആർക്കെങ്കിലും അത്യാവശ്യം പ്രാർത്ഥിക്കണമെങ്കിൽ അത്യാവശ്യം നിന്നാൽ രണ്ടച്ഛന്മാരെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് ചാടി ഇറങ്ങി പോകരുത്. അടിയന്തരമായ 2-3 കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. നമ്മുടെ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇനാഗുറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അടിയന്തരമായ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് ചാടി ഇറങ്ങി ഓടിക്കളയരുത്. ഒരു 2-3 മിനിറ്റ് ഒരു അറിയിപ്പുണ്ടാവും, അതെല്ലാം കേട്ടിട്ടേ പോകാവൂ. നമുക്ക് ഈ ആരാധനയിൽ നമുക്ക് ഈ ആലയത്തെ സമർപ്പിക്കാം. നമുക്ക് ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ ശുശ്രൂഷകരെയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരെയും എല്ലാം പ്രത്യേകം സമർപ്പിക്കാം. നമുക്കൊരു ശക്തമായ ആഗ്രഹം ഉണ്ടാവട്ടെ. യെശയ്യാ 6-ാം അധ്യായത്തിൽ അനുഭവിച്ച ഒരു ദൈവാനുഭവം, ആനന്ദത്തിന്റെ പൂർണ്ണത ഹൃദയത്തിൽ കിട്ടുന്ന ഒരു ദൈവാനുഭവം, അത് നമുക്ക് വേണം. അതിൽ കുറഞ്ഞൊന്നിനും ആഗ്രഹിക്കരുത്. പ്രിയപ്പെട്ടവരെ, കുറെ വരങ്ങൾ മാത്രം കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്. കുറെ അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കരുത്. നമുക്കൊരു ആനന്ദം, ആ അനുഭവം കിട്ടിയവരാണ് സാക്ഷ്യമായിട്ട് മാറുന്നത്. അവരെ കണ്ടാൽ പെട്ടെന്ന് ആളുകൾക്ക് സുവിശേഷത്തിലേക്ക് ആകർഷണം വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഈ യാത്ര പോകണം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് പ്രിയമക്കളെ, എല്ലാ ഭാരങ്ങളും വേദനകളും ജീവിതത്തിന്റെ പ്രയാസങ്ങളുമെല്ലാം ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. നമ്മൾ ദൈവത്തെ തേടി വന്നവരാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ആശ്രയവും. കർത്താവ് സഹായിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നാം വന്നത്. കർത്താവ് നമുക്ക് വചനം തന്നു. പ്രിയമക്കളെ, വചനം മാത്രം തന്ന് അവിടുന്ന് പറഞ്ഞേക്കില്ല, അവിടുന്ന് അപ്പം തരും. വചനം വിളമ്പിയെടുത്ത് കർത്താവ് അപ്പം വിളമ്പാൻ മറന്നുപോയിട്ടില്ല. മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് വചനം മുറിച്ചു കൊടുത്തിട്ട് അതിന്റെ ഒടുവിൽ അപ്പം മുറിച്ച് വിളമ്പി. എമ്മാവൂസിലേക്കുള്ള വഴിത്താരയിൽ വചനം മുറിച്ചു കൊടുത്തിട്ട് അപ്പം മുറിച്ച് വിളമ്പി. വിശപ്പിന് കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ലത്, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുക്കും. നമുക്ക് നിത്യതയ്ക്ക് വേണ്ട വെളിപ്പെടുത്തലുകൾ വചനത്തിലൂടെ ദൈവം തന്നു. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. എല്ലാ ഭാരങ്ങളും ഇപ്പോൾ കർത്താവിന് സമർപ്പിക്കണം. കണ്ണുനീരോടെ എല്ലാ വേദനകളും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കണം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ കർത്താവിന് കൊടുക്കണം. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ കർത്താവെ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കണം. കണ്ണുകളടച്ച് നീ ആരെയും ശ്രദ്ധിക്കരുത്. മറ്റുള്ളവരൊന്നും നിങ്ങൾ നോക്കരുത്. നമ്മൾ ഏതാനും മിനിറ്റുകൾ കർത്താവിനെ ഹൃദയം തുറന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് മറ്റൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. മറ്റൊരു കാര്യവും നിങ്ങൾ ഓർക്കരുത്. അടുത്ത് നിൽക്കുന്നവരെന്ത് വിചാരിക്കും, എന്ത് ചിന്തിക്കും, അതൊന്നും നിങ്ങൾ ഓർക്കരുത്. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ജെറിക്കോ പട്ടണത്തിലൂടെ അവൻ കടന്നുപോയപ്പോൾ മറ്റുള്ളവരെ പരിസരത്തെ ഒന്നും ശ്രദ്ധിക്കാതെ ബർത്തമിയൂസ് ഉറക്കെ വിളിച്ചു. കർത്താവ് ആ സത്യസന്ധമായ നിലവിളി കേട്ട് അവിടെ നിന്നു. മറ്റാരെയും നമ്മൾ ഒരു ദുരഭിമാനവും കൊണ്ട് മനസ്സിൽ വെച്ച് മറ്റാരെയും ശ്രദ്ധിക്കരുത്. പ്രിയമക്കളെ, ഇന്ന് ഈ രാത്രിയിൽ നീ വിളിച്ചാൽ നിന്റെ ദൈവം ഇറങ്ങി വരും. അവൻ നിന്റെ അടുത്ത് നിൽക്കും. ആ വിശ്വാസത്തോടെ
നമ്മളിപ്പോൾ കർത്താവിനെ വിളിക്കാൻ പോവുകയാണ്. കരങ്ങളെ യാചനാപൂർവ്വം കർത്താവ് സന്നിധിയിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ട് ഇവിടെ ഭൗതികമായ വേദനകൾ എന്തു തന്നെ ആവട്ടെ, കർത്താവ് ഇതാ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് ഇതാ നിന്റെ കണ്ണുനീരിൽ ഇടപെടും. ദൈവം നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. വചനം തേടിയെത്തിയ ഒരാളെയും കർത്താവ് ഭൗതികമായ സങ്കടത്തിലേക്ക് വിടില്ല. ഒന്നുകിൽ ദൈവം നിനക്ക് വിടുതൽ തരും, അല്ലെങ്കിൽ നിന്റെ സഹനം ഏറ്റെടുക്കാൻ ശക്തി തരും. ഒന്നുകിൽ നിനക്ക് വിമോചനം തരും, അല്ലെങ്കിൽ നിന്റെ ദുരിതത്തിൽ കർത്താവ് നിനക്ക് പ്രകാശം തരും. കരങ്ങൾ കർത്താവിലേക്ക് നെറ്റിപ്പിടിച്ചുകൊണ്ട് ഇനി ആരെയും ശ്രദ്ധിക്കരുത്. ഇത്രത്തോളം ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കാൻ പറ്റുമോ? ഇത്രത്തോളം ഹൃദയം തുറന്ന് അതരം തുറന്ന് എല്ലാ മക്കളും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം മറന്ന് സ്തുതിച്ച മക്കള് അതരം തുറന്ന് ഉച്ചത്തിൽ വിളിക്കട്ടെ. ഈശോ വിളിക്കട്ടെ. ഈശോ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട്